ഹലോ നമസ്കാരം. പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ ചെറിയ ആടിലോടകം ഉണ്ടല്ലോ, ഇത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അവർ വന്ന ഉടനെ അവർക്ക് ചെറിയ ആടിലോടകം, അതുപോലെ തന്നെ അയമോദകം, അതുപോലെ തുളസിയൊക്കെ, പിന്നെ സൂപ്പ് വെച്ചിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അത് നല്ലതാണ് അവർക്ക്, കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ എൻ്റെ ഈ സംസാരം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നൊരു വീഡിയോ നിങ്ങൾ കേൾക്കണം. അത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഫാമുകളിൽ എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ മാരക വിഷമാണ് സുഹൃത്തെ, ഇന്ന് നമ്മുടെ ഈ കോഴി ഫാമുകളിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇത് തമിഴ്നാടോ കർണാടകയോ ആന്ധ്രയൊന്നും അല്ല, നമ്മുടെ നാട്ടിൽ ഇതാ ഈ വോയിസ് നിങ്ങൾ കേട്ടോ, എന്നിട്ട് വിലയിരുത്തി നിങ്ങൾക്ക് എന്താണ്. ആളുകളോട് ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാം, ഫോർമാലിനും ബയോ ബൂസ്റ്റും കൂട്ടി അടിച്ചോളി എന്നൊക്കെ പറയില്ലേ. ചിലവർ ഫോർമാലിനും കൊളസ്ട്രോളിനും കൂട്ടി ചെയ്യുന്നുണ്ട്, അതിന് റിസൾട്ട് ഉണ്ടായിരുന്നു അല്ലേ പറയുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറയൽ അനിവാര്യമാണ്. ഇനി ഏതായാലും പറഞ്ഞു, ഓരോ അനുഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ശ്രദ്ധിച്ച് ചെയ്യുക. അലർജി അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില്ലൊന്നും ഇതൊന്നും ചെയ്യാതെ വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കുക. അല്ലേ പിന്നെ എന്താ പറയുക, കഫക്കെട്ട് വരുന്ന മുന്നേ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. മുന്നല്ല വരുന്ന അത് സമയത്ത് തന്നെ ചെറിയ ആൻറ്റിബയോട്ടിക്കുകൾ, അത് നമ്മൾ പറയുന്നത് റെക്സിറ്റൽ അല്ലെങ്കിൽ മെരിഫ്ലോക്സ്, ഇത് ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് കൺട്രോളായി കിട്ടും. സ്പ്രേയും ചെയ്യാൻ സമയത്ത് സ്പ്രേ